മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിഷയത്തിൽ നിന്നും പിണറായി സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. കായിക വകുപ്പിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. കൂടാതെ സ്പോൺസറെ തീരുമാനിച്ചത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും GST വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, സമഗ്രമായ ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? KP തീർച്ചയായും മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത് തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നിലവിൽ കായിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് കായിക മന്ത്രി നേരത്തെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് വരികയാണ്. അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ ഏത് തരത്തിലായിരിക്കും അന്വേഷണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമായിരിക്കുമോ വിജിലൻസിന്റെ അന്വേഷണമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം വരുന്നില്ലെങ്കിൽ പോലും ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് സർക്കാരിന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം വരും ദിവസങ്ങളിൽ തന്നെ ഏത് അന്വേഷണമാകും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ സ്പോൺസറെ തിരഞ്ഞെടുത്തതിലടക്കം വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഉറവിടം എങ്ങനെയാണ് സ്പോൺസറെ കണ്ടെത്തിയത്, റിപ്പോർട്ടർ TVയുടെ ഉടമകൾ എങ്ങനെ ഇതിൽ സ്പോൺസറായി, ടെൻഡറോ അല്ലെങ്കിൽ താല്പര്യപത്രമോ വിളിക്കാതെ എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുത്ത കാര്യങ്ങളിലടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന് ഇത് വലിയ തരത്തിലുള്ള ബാധ്യസ്ഥ അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടാക്കി എന്നുള്ളൊരു ബോധ്യം അത് നിലവിലെ സർക്കാരിനുമുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇത് ഈ സർക്കാരിന് എന്ത് പങ്കാണ് ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിപാടിക്ക് ഒരു പ്രപ്പോസൽ വരുമ്പോൾ എന്ത് താല്പര്യമാണ് സർക്കാരിനുണ്ടായിരുന്നത്, സർക്കാരിന്റെ പങ്ക് എന്താണ്, അതിലടക്കം വ്യക്തതകൾ വരേണ്ടതുണ്ട്. പല പ്രതികരണങ്ങളും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പോലും പല ന്യായീകരണങ്ങൾ നിരത്തി തടിയൂരുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാകുന്നില്ല. സാമ്പത്തിക ബാധ്യത ഇതുമൂലം സർക്കാരിനുണ്ടായിട്ടുണ്ടോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്കും പരിശോധനകളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കുമെന്ന് ഉറപ്പായ സാഹചര്യമാണുള്ളത്. അക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുരുക്ക് മുറുകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും. പഴുതടച്ചൊരു അന്വേഷണത്തിന് തന്നെയാണ് സർക്കാരിന്റെ ആലോചനയും. KP ശരി, വീണയാണ് വിവരങ്ങൾ നൽകിയത്.